പ്രിയ പ്രേക്ഷകരെ, 2026 മെയ് 4 ചരിത്ര ഭൂരിപക്ഷത്തോടെ 102 സീറ്റുകളുമായി കേരളത്തിൽ UDF-ന്റെ തേരോട്ടം സംഭവിച്ച ദിവസം അതാണ്. UDF ക്യാമ്പിൽ ആഘോഷത്തിന് നിമിഷങ്ങളായിരുന്നു. പക്ഷെ ആഘോഷങ്ങൾക്ക് അധികം ആയുസുണ്ടായില്ല. എതിരാളികളെ മനസ്സിരുത്തി ഒന്ന് കളിയാക്കാൻ പോലും കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം തുടങ്ങിയ മുഖ്യമന്ത്രി ചർച്ചയായിരുന്നു അതിനെല്ലാം കാരണം. ഫലപ്രഖ്യാപനത്തിന് തൊട്ടടുത്ത ദിവസം മുതൽ സംഭവിച്ചത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ദിവസങ്ങൾ മെയ് 4 ചരിത്രപരമായ റിസൾട്ട് വരുന്നു. മെയ് 5 മൂന്നിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന ചർച്ചകൾക്ക് തുടക്കമാവുകയാണ്. മെയ് 6 നിരീക്ഷകർ തലസ്ഥാനത്ത് എത്തുകയാണ്. നമുക്കറിയാം, പിന്നീട് ഈ മുകുൾ വാസ്നിക്കിന്റെയൊക്കെ കയ്യിൽ നിന്നുള്ള ഈ രഹസ്യരേഖ, അതിന്റെ ഫോട്ടോ അടക്കം ദേശീയ മാധ്യമങ്ങളിൽ പ്രിന്റ് ചെയ്തു വരുന്ന കാഴ്ച കണ്ടു. അപ്പോൾ നിരീക്ഷകർ തലസ്ഥാനത്ത് വരുന്നു. അത് വലിയ വിവാദങ്ങൾക്ക് കാരണമാകുന്നു. മെയ് 7 MLA-മാർ ആർക്കൊപ്പം എന്നത് സംബന്ധിച്ച അഭിപ്രായം എടുക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം മെയ് 8 3 പേരും ദില്ലിക്ക് പോവുകയാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ദില്ലിയിലേക്ക് പോകുന്നു. മെയ് 9 മുതൽ നമ്മൾ കാത്തിരിക്കുകയാണ് എന്താണ് തീരുമാനമെന്ന്. മെയ് 9 കാത്തിരിക്കുന്നു. മെയ് 10 പക്ഷേ ഈ കാര്യങ്ങൾ ഒരു പക്ഷേ ഹൈക്കമാൻഡിൽ തീരുമാനമായിരിക്കുന്നു എന്നറിയുന്ന ദിവസം മുതൽ ഫ്ലക്സ് യുദ്ധം ആരംഭിക്കുകയാണ്. KC വേണുഗോപാലിന്റെ അനുകൂലികൾ KC വേണുഗോപാലിന് അനുകൂലമായ ഫ്ലക്സ് വെക്കുന്നു. VD സതീശന്റെ അനുകൂലികൾ അനുകൂലമായ ഫ്ലക്സ് വെക്കുന്നു. അങ്ങനെ ഫ്ലക്സ് യുദ്ധം മെയ് 10 മുതൽ തുടങ്ങുകയാണ്. പിന്നീട് അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചു? മെയ് 11 നേതാക്കൾ ദില്ലിയിലേക്ക് പോവുകയാണ്. മെയ് 12 മുതിർന്നവർക്ക് പറയാനുള്ളത് എന്താണ് എന്നത് സംബന്ധിച്ച് നമുക്കൊരു തീരുമാനം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. എന്തൊക്കെ അഭിപ്രായമാണ് അവർ രേഖപ്പെടുത്തിയത് എന്ന് ഹൈക്കമാൻഡ് കേൾക്കുകയും ചെയ്തു. മെയ് 13 നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്നെങ്കിലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുകയാണ്. അതായത് 4 റിസൾട്ട് വന്ന 5 മുതൽ ഇന്ന് വരെയും നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം വരുമോ എന്ന് കാത്തിരിക്കുകയാണ് പ്രിയ പ്രേക്ഷകരെ.